സെമി എംപിരിക്കൽ മെത്തേഡ്സ് ഇൻ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി. സോ നമ്മളിവിടെ പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. സെമി എംപിരിക്കൽ മെത്തേഡ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് DFT കഴിഞ്ഞിരുന്നു, എബിനീഷ്യോ മെത്തേഡ്സ് കഴിഞ്ഞിരുന്നു, മോളിക്കുലർ മെക്കാനിക്സ് കഴിഞ്ഞിരുന്നു. നമ്മളിനി സെമി എംപിരിക്കൽ മെത്തേഡ്സിലേക്ക് വരികയാണ്. സോ എന്താണ് സെമി എംപിരിക്കൽ മെത്തേഡ്സ് എന്നും എങ്ങനെയാണ് നമ്മൾ സെമി എംപിരിക്കൽ മെത്തേഡ്സിലേക്ക് എത്തുന്നതെന്നുമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാനിവിടെ പറയുന്നത്. ദാറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഇസ് ഫ്രം അബിനീഷ്യോ ടു സെമി എംപിരിക്കൽ മെത്തേഡ്സ്. അബിനീഷ്യോ മെത്തേഡ്സിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അബിനീഷ്യോ മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും അതിന്റെ യൂസ് എന്താണെന്നും അതിന്റെ ഡ്രോബാക്സ് എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. See, the high cost and the need for greater computing power of ab initio calculations is largely due to the many integrals that need to be calculated. Semi-empirical methods start with general form of ab initio Hartree for calculation, but make numerous approximations for the various integrals. ഈ ഒരു ടേം ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഈ സെമി എംപിരിക്കൽ മെത്തേഡ്സിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അബിനീഷ്യോ ഹാർട്രി ഫോർ കാൽക്കുലേഷൻസ് വെച്ച് ഞാൻ തുടങ്ങി. ബട്ട് ഒരുപാട് ഇന്റഗ്രൽസിനെ അപ്രോക്സിമേറ്റ് ചെയ്യണം. അബിനീഷ്യോ കാൽക്കുലേഷൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിനീഷ്യോ കാൽക്കുലേഷൻ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. അതിൻ്റെയൊക്കെ റീസൺ എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ വൈഡ് വെറൈറ്റി ഓഫ് ഇന്റഗ്രൽ ദാറ്റ് നീഡ് ടു ബി കാൽക്കുലേറ്റഡ്. ഒരുപാട് ഇന്റഗ്രൽസ് നമുക്ക് ഈ അബിനീഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സെമി എംപിരിക്കലിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരുപാട് ഇന്റഗ്രൽസ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇന്റഗ്രൽസ് മാത്രം എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ അതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അബിനീഷ്യോ ഓരോ ഇന്റഗ്രലും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെമി എംപിരിക്കൽ മെത്തേഡ്സിൽ എന്ത് ചെയ്യുന്നു, കുറെ ഇന്റഗ്രൽസ് തന്നെ, കുറെ എന്നല്ല ഒരുപാട് ഇന്റഗ്രൽസിനെ അങ്ങോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദ മെത്തേഡ് ഇസ് പാരാമീറ്ററൈസ്ഡ്. The program works on a library of integrals. That are combined by finding the best possible values. അതായത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇന്റഗ്രൽസ്, അതായത് ഒരു ലൈബ്രറി ഓഫ് ഇന്റഗ്രൽസിൽ നിന്ന് വാല്യൂ എടുത്തിട്ടാണ് ഈ പറയുന്ന സെമി എംപിരിക്കൽ മെത്തേഡ്സ് വർക്ക് ചെയ്യുന്നത്. The approximated or omitted informations are parameterized using available integrals by determining the best suit. അതായത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ്, കുറേ ഇൻ്റഗ്രൽസ് ഈ പറയുന്ന സെമി എംപിരിക്കൽ മെത്തേഡ്സിനുള്ള ഒരു ലൈബ്രറിയിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മുടെ ഗിവൺ മോളിക്യൂളുടെ ഒരു കണ്ടീഷൻസ് വെച്ച് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളിൻ്റെ കണ്ടീഷൻസും കൂടി എടുത്ത് അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് വഴി ഒരുപാട് ഇൻ്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സെമി എംപിരിക്കൽ മെത്തേഡ്സിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ ഇതൊരു ബേസിക് ഫങ്ഷനിങ് ഓർത്ത് വെക്കുക. Semi-empirical methods there are a lot of informations or integrals available, and when we are determining the properties of any unknown molecule, we are in fact getting this information from a pre-existing library of integrals. എന്നിട്ട് ഈ കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ മോളിക്യൂളിന്റെ പ്രോപ്പർട്ടീസ് നമ്മളിവിടെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. It is thus a mixing of experimental data and theoretical data. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അതായത് അബിനീഷ്യോ കാൽക്കുലേഷൻസിന്റെ പ്രത്യേകത, ഒരു അൺനോൺ മോളിക്യൂൾ നമ്മളങ്ങ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അബിനീഷ്യോ കാൽക്കുലേഷൻസ് വെച്ച് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച് കൊണ്ടുവരാം. പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് എനർജി കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് കോസ്റ്റ് കൂടുതലായിരിക്കും, അങ്ങനെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. പക്ഷെ സെമി എംപിരിക്കൽ മെത്തേഡ്സിന്റെ പ്രത്യേകത, നമ്മളൊരു മോളിക്യൂൾ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിൽ നമ്മൾ കൊടുത്ത മോളിക്യൂളുമായിട്ട് ഏറ്റവും സിമിലാരിറ്റി ഉള്ള മോളിക്യൂൾ എടുത്ത് ആ മോളിക്യൂളിന്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ മോളിക്യൂളിനെ സിസ്റ്റം അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻ എന്തായിരിക്കും, വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഒരുപാട് വാല്യൂസ്, ഒരുപാട് പാരാമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അബിനീഷ്യോ ആണെങ്കിൽ ഓരോ പാരാമീറ്റർ ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് സെമി എംപിരിക്കലിലാവുമ്പോൾ ഒരു ഗുണം, ഒരുപാട് പാരാമീറ്റേഴ്സ് അവിടെ അപ്രോക്സിമേറ്റ് ചെയ്യും. Therefore, കാൽക്കുലേഷന്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. It is fast and accurate if the given molecule is similar to the molecule in the database. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ്. It is fast and accurate if the given molecule is similar to the molecule in the database. ഞാൻ അത് വേറൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, ഇത് ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഡ്രോബാക്ക് ആണ്. കാരണം അബിനീഷ്യോയുടെ ഒരു ഗുണം ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്കൊരു പോസിബിലിറ്റി ഇല്ലാത്ത, നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു പുതിയ മോളിക്യൂൾ കിട്ടിയാലും അബിനീഷ്യോ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ മോളിക്യൂളിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം.
ആ സ്ഥാനത്ത് ഈ സെമി എംപിരിക്കലിലേക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസിൽ അവൈലബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് മോളിക്യൂൾസിൽ ഏതെങ്കിലും മോളിക്യൂൾസ് ആയിട്ട് സിമിലാരിറ്റി ഉള്ള മോളിക്യൂളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ആ സ്ഥാനത്ത് നമ്മൾ എടുത്ത മോളിക്യൂൾ നമ്മുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രോഗ്രാമിന്റെ ഡാറ്റാബേസിൽ ഒന്നും അവൈലബിൾ അല്ലാത്ത ഒരു മോളിക്യൂൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു മോളിക്യൂളും നമ്മുടെ ഈ പറഞ്ഞ ഡാറ്റാബേസിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ആക്യുറസി കുറവായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദസ് an approximated version of Hartree-Fock. ഞാൻ വേറൊരു പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഉപയോഗിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ Hartree-Fock കാൽക്കുലേഷൻ ഒക്കെ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് an approximation മെത്തേഡ്. അതായത് ഹാർട്രി-ഫോക്കിന്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റഡ് മെത്തേഡാണ്. ഒരുപാട് പാരാമീറ്റേഴ്സ് അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. എവിടുന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്? ഫ്രം ദ ലൈബ്രറി ഓഫ് ഇന്റഗ്രൽസ് അവൈലബിൾ വിത്ത് ദ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഓഫ് ഇന്റഗ്രൽസ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ഇന്റഗ്രൽസ് നമ്മൾ എടുക്കുന്നത്. ദെൻ ഹൗ ഇറ്റ് വർക്ക്സ്, ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് നമുക്ക് നോക്കാം. Core orbitals are not treated by semi-empirical method since they do not change much during the chemical reactions. ഒരു കണക്കിന് അഡ്വാൻറ്റേജ് ആണ്, ഒരു കണക്കിന് ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് ആവാൻ കാരണം എന്താ? കോർ ഓർബിറ്റൽ സാധാരണഗതിയിൽ ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ ഒരു പരിധിയൊക്കെ പങ്കെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി കൂടുതൽ നമ്മൾ പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. അതേപ്പറ്റി പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. സോ സെമി എംപിരിക്കൽ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കോർ ഓർബിറ്റൽസിനെ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ഓർബിറ്റൽസിന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഇൻഫ്ലുവൻസ് കാൽക്കുലേറ്റ് ചെയ്യാതെ പോകും. ദാറ്റ് മീൻസ് ആക്യുറസി അവിടെ ഒരു പരിധി വരെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം കോർ ഓർബിറ്റൽസിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ആ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യില്ല, നമ്മുടെ പ്രോഗ്രാം കൺസിഡർ ചെയ്യില്ല. സോ അതാണ് ഫസ്റ്റ് പോയിന്റ് അതിനെ പറ്റി. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓൺലി എ മിനിമൽ സെറ്റ് ഓഫ് വാലൻസ് ഓർബിറ്റൽസ് ആർ കൺസിഡർഡ് ഓൺ ഈച്ച് ആറ്റം. ഓൺലി എ മിനിമൽ സെറ്റ് ഓഫ് വാലൻസ് ഓർബിറ്റൽസ് ആർ കൺസിഡർഡ് ഓൺ ഈച്ച് ആറ്റം. എത്രത്തോളം നമുക്ക് ഈ പറയുന്ന വാലൻസ് ഓർബിറ്റൽസ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നു, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ബേസിസ് സെറ്റ് അല്ലെങ്കിൽ അത്രത്തോളം ലാർജ് ആയിട്ടുള്ള ഒരു ബേസിസ് സെറ്റ് ഉപയോഗിക്കേണ്ടി വരും. ബേസിസ് സെറ്റുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടിരുന്നു. FTO3G, അതേപോലെ 631G, അതുപോലുള്ള ഫണ്ടമെന്റൽ ബേസിസ് സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് കയറി പോകും ബേസിസ് സെറ്റുകൾ. അപ്പോൾ എത്രത്തോളം കൂടുതൽ നമ്മൾ വാലൻസ് ഓർബിറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നു, അത്രത്തോളം കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ബേസിസ് സെറ്റുകൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി എടുക്കേണ്ടി വരും. അത് നമുക്ക് എന്താണ്, കാൽക്കുലേഷൻ ടൈം ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ സെമി എംപിരിക്കൽ മെത്തേഡിൽ ഓൺലി എ മിനിമൽ സെറ്റ് ഓഫ് വാലൻസ് ഓർബിറ്റൽസ് ആർ കൺസിഡർഡ് ഓൺ ഈച്ച് ആറ്റം. Then many integrals are neglected to speed up the computation. Empirical parameters are inserted to make up for the neglected integrals. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒരുപാട് ഇന്റഗ്രൽസ് അല്ലെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇന്റഗ്രൽസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. പകരം അവൈലബിൾ ആയിട്ടുള്ള എംപിരിക്കൽ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ഇന്റഗ്രൽസിന് പകരം നമ്മളവിടെ യൂസ് ചെയ്യുന്നു. ഒരു സിസ്റ്റത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കാതെ അതിനോട് സിമിലർ ആയിട്ടുള്ള ലൈബ്രറിയിൽ നിന്നുള്ള ഒരു മോളിക്യൂൾ എടുത്ത് അതിന്റെ പാരാമീറ്റേഴ്സ് എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അതാണ് സെമി എംപിരിക്കലിന്റെ വർക്കിംഗ്. അപ്പൊ ഈ 4 പോയിന്റ്സ് ഓർത്ത് വെക്കുക. സെമി എംപിരിക്കലിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ കോമൺ സെമി എംപിരിക്കൽ മെത്തേഡ്സ്. നമുക്കിനി കുറച്ച് സെമി എംപിരിക്കൽ മെത്തേഡ്സിനെ പറ്റി കുറച്ച് പഠിക്കാം. കോമൺ ആയിട്ടുള്ള കുറച്ച് മെത്തേഡിൽ ഏറ്റവും ആദ്യത്തെ ഹെക്കൽസ് മെത്തേഡ്. ഏറ്റവും ആദ്യത്തെ ടൈപ്പ് മെത്തേഡാണ് ഹെക്കൽസ് മെത്തേഡ്. ദ ഹെക്കൽസ് മെത്തേഡ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് സെമി എംപിരിക്കൽ മെത്തേഡ്. Haeckel's calculation models only the pi valence electrons in a planar conjugated hydrocarbon. അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതോടെ പഠിക്കാനുണ്ട്. ഈ ഹെക്കൽസ് കാൽക്കുലേഷന്റെ പ്രത്യേകത, they only model or they only consider the pi valence electrons in a planar conjugated hydrocarbon. വാലൻസ് ഇലക്ട്രോൺ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മൾ കോർ ഇലക്ട്രോൺസിലെ സെമി എംപിരിക്കൽ മെത്തേഡ്സിൽ കൺസിഡർ ചെയ്യാറില്ല. അത് കൂടാതെ തന്നെ ഓൺലി എ മിനിമൽ സെറ്റ് ഓഫ് വാലൻസ് ഓർബിറ്റൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഹെക്കൽസ് കാൽക്കുലേഷനിലേക്ക് വരുമ്പം പൈ വാലൻസ് ഇലക്ട്രോൺസിനെ മാത്രമേ ഒരു പ്ലാനാർ കോൺജുഗേറ്റഡ് ഹൈഡ്രോകാർബണിൽ ഈ മെത്തേഡ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. എ പാരാമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബോണ്ടഡ് ആറ്റംസ് ആൻഡ് ദർ ആർ നോ സെക്കൻഡ് ആറ്റം ഇഫക്ട്സ്. Haeckel's calculation do reflect orbital symmetry and qualitatively predict orbital coefficients. അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്.
Then Haeckel calculations can give crude quantitative information or qualitative insight into conjugated compounds, but are seldom used today. The primary use of Haeckel's calculation now is as a classical exercise because it is a calculation that can be done by hand. ഈ പോയിന്റ്സിൽ ഈ പറയുന്ന 3 പോയിന്റ്സിൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾക്ക് അത് വായിച്ചാലേ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. ഹെക്കൽസ് നമ്മളിപ്പോൾ അധികം കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ക്യാൻ ബി ഡൺ ബൈ ഹാൻഡ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാൽക്കുലേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു യൂസ് വരുന്നുണ്ടെന്നല്ലാതെ നമ്മളൊരു കാര്യമായിട്ടുള്ള പ്രോബ്ലംസിലേക്കോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് മെത്തേഡായിട്ടോ അല്ലെങ്കിൽ ഒരു കോമൺ മെത്തേഡായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ഹെക്കൽസ് മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻഡഡ് ഹെക്കൽസ് മെത്തേഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ ഇവിടെ ദേ ആർ സെൽഡം യൂസ് ടുഡേ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പം 2 കാര്യങ്ങളാണ് ഇംപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, എന്തോ ഒരു പ്രശ്നമുണ്ട്. 2, അതിനേക്കാൾ മോഡിഫൈഡ് ആയിട്ടുള്ള വേറെ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഈ 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ആ പഴയ മെത്തേഡ് ഹെക്കൽസ് മെത്തേഡ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്തത്. നമുക്ക് അടുത്ത അഡ്വാൻസ് മെത്തേഡിലേക്ക് പോവാം. എക്സ്റ്റെൻഡഡ് ഹെക്കൽസ് മെത്തേഡ്. An extended Haeckel's calculation is a simple means for modeling the valence orbitals based on the orbital overlaps and the experimental electron affinities and ionization potentials. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. എക്സ്റ്റെൻഡഡ് ഹെക്കൽ കാൽക്കുലേഷൻ, അവിടെ നമ്മൾ വാലൻസ് ഓർബിറ്റൽസിനെ നമ്മൾ മോഡൽ ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ഓർബിറ്റൽ ഓവർലാപ്സ് ആൻഡ് എക്സ്പെരിമെന്റൽ ഇലക്ട്രോൺ അഫിനിറ്റീസ് ആൻഡ് ഓൾസോ അയണൈസേഷൻ പൊട്ടൻഷ്യൽസ്. അപ്പൊ ഇങ്ങനെ 2-3 ഫാക്ടേഴ്സിന്റെ ബേസിലാണ് നമ്മൾ വാലൻസ് ഓർബിറ്റൽസിനെ നമ്മൾ മോഡൽ ചെയ്യുന്നത്. ഓർബിറ്റൽ ഓവർലാപ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം എ സിംഗിൾ സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽ റെപ്രസെന്റേഷൻ ബേസ്ഡ്, അതായത് STO റെപ്രസെന്റേഷൻ ബേസ്ഡ് ഓൺ ദ ആറ്റോമിക് റേഡിയസ്. ഓക്കെ, ദെൻ ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റെൻഡഡ് ഹെക്കൽസ് കാൽക്കുലേഷൻ ഓവർ ഹെക്കൽസ് കാൽക്കുലേഷൻ ഈസ് ദാറ്റ് ദേ മോഡൽ ഓൾ ദ വാലൻസ് ഓർബിറ്റൽസ്. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഹെക്കൽസ് കാൽക്കുലേഷന്റെ മുകളിൽ എക്സ്റ്റെൻഡഡ് ഹെക്കൽസിന് ഒരു അഡ്വാൻറ്റേജ് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ദേ മോഡൽ ഓൾ ദ വാലൻസ് ഓർബിറ്റൽ അൺലൈക്ക് ഹെക്കൽസ് കാൽക്കുലേഷൻ വിച്ച് കൺസിഡർ ഓൺലി പൈ ഇലക്ട്രോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഈ ഹെക്കൽസ് പഠിപ്പിച്ച സമയത്ത് ഓൺലി ദ പൈ വാലൻസ് ഇലക്ട്രോൺസ് ഇൻ എ പ്ലാനർ കോൺജുഗേറ്റഡ് ഹൈഡ്രോകാർബൺ ആർ മോഡൽഡ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയും ചെയ്തിരുന്നു. താഴേക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിത് ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് പഠിക്കേണ്ടി വരുമെന്ന്. അത് തന്നെയാണ് സംഭവം. ഹെക്കൽസ് ആകെ പൈ വാലൻസ് ഇലക്ട്രോൺസിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന ഓൾ വാലൻസ് ഓർബിറ്റൽസിനെ എക്സ്റ്റെൻഡഡ് ഹെക്കൽസ് തിയറി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. The primary reason for interest in extended Haeckel's today is because the method is general enough to use for all the elements in the periodic table. അത് ഞാൻ ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ എലിമെന്റ്സും നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്റ്റെൻഡഡ് ഹെക്കൽസ് കാൽക്കുലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. This is not an extremely accurate or sophisticated method. However, it is still used for inorganic modeling due to scarcity of full periodic table method with reasonable CPU time requirements. ഈ ഒരു പോയിന്റ് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു കമ്പാരിസൺ ഓഫ് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി മെത്തേഡ്സിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, സെമി എംപിരിക്കൽ മെത്തേഡ്സിന് നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് വരുന്നൊരു മെയിൻ പ്രോബ്ലമാണ്. അതായത് ഇനോർഗാനിക് മോഡലിങ്ങിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എക്സ്റ്റെൻഡഡ് ഹെക്കൽസ് തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്നാലും അതിന് ഒരു റീസൺ ഉണ്ട്. അത് ആക്യുറേറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടോ അല്ല, പകരം ഇനോർഗാനിക് മോഡലിങ്ങിനെ കൊള്ളാവുന്ന വേറെ മെത്തേഡ്സിന്റെ ഒരു സ്കേഴ്സിറ്റി ഉണ്ട് വിത്ത് റീസണബിൾ CPU ടൈം റിക്വയർമെന്റ്സ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഹെക്കൽസ് തിയറി നമ്മൾ ഈ പറയുന്ന ഇനോർഗാനിക് മോഡലിംഗ് യൂസ് ചെയ്യാറുണ്ട്. Then another current method that is used is for computing band structure, which are extremely computation intensive calculation. Because of this, extended Haeckel's is often the method of choice for band structure calculation. It is also a very convenient way to view orbital symmetry. ഇതൊക്കെ അതിന്റെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഈ യൂസസ് അറിയാം. അത് കൂടാതെ നിങ്ങൾ എക്സ്റ്റെൻഡഡ് ഹെക്കൽസും ഹെക്കൽസ് തിയറിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഹെക്കൽസ് മോഡൽ നോക്കുമ്പോഴുള്ള മെയിൻ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹെക്കൽസ് മോഡലിൽ ആകെപ്പാടെ വാലൻസ് പൈ ഇലക്ട്രോൺസിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പം ഈ പറയുന്ന എക്സ്റ്റെൻഡഡ് ഹെക്കൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വാലൻസ് ഓർബിറ്റൽസിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ extended Haeckel calculation is a simple means for modeling the valence orbitals on the basis of the orbital overlaps and the experimental electron affinities and ionization potentials. അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. Then next one, the PPP method, that is Paris and Poppel method.
എക്സ്റ്റൻഷൻ ഓഫ് ദ ഹക്കിൾസ് മെത്തേഡ് ദറ്റ് അലൗസ് ഹെറ്ററോ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. എന്താണ് PPP മെത്തേഡ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഹക്കിൾസ് മെത്തേഡ്, എക്സ്റ്റൻഡഡ് ഹക്കൽ അല്ല, ഹക്കിൾസ് മെത്തേഡ്, ദറ്റ് അലൗസ് ഹെറ്ററോ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. It is still used occasionally when very minimal amount of electronic effects are required. PPP-based terms have been incorporated in molecular mechanics calculation to describe aromaticity. അപ്പോൾ PPPയെ പറ്റി നിങ്ങൾ ഈ 3 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അതിന്റെ ബേസിക് ഐഡിയ ആവശ്യമുള്ളൂ, ഒരു മെൻഷനിങ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 3 പോയിന്റ്സ് ഓർത്ത് വെക്കുക. PPP means it is an extension to the Huckel's method that allows heteroatoms other than hydrogen. ഹൈഡ്രജൻ അല്ലാതെയുള്ള ഹെറ്ററോ ആറ്റംസിനെയും കൂടി ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PPP മെത്തേഡ്. ആൻഡ് വളരെ മിനിമൽ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇഫക്ട്സ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് PPP-based terms have been incorporated in molecular mechanics calculation to describe aromaticity. That's all. Then next one, the CNDO method, complete neglect of differential overlap, CNDO method. This method models valence orbitals only using a minimal basis set of later type orbitals. The CNDO method has proven useful for some hydrocarbon result. CNDO is still sometimes used to generate the initial guess for ab initio calculations on hydrocarbons. അപ്പോൾ ഈ പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ CNDO മെത്തേഡ്സിനെ പറ്റി എന്ന് ഓർത്ത് വെക്കുക. This method models valence orbitals only using a minimal basis set of STOs, അതായത് later type orbitals. The CNDO method has proven useful for some hydrocarbon result, and CNDO is still sometimes used to generate the initial guess for ab initio calculations on hydrocarbon. The original version was CNDO/1, and a modified method CNDO/2 is now available. There is a CNDO/S method that is parameterized to reproduce electronic spectra, which does yield improved prediction of excitation energies, but at the expense of poorer prediction of molecular geometry. There have also been extensions of the CNDO2 method to include elements with occupied d orbitals. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് CNDO മെത്തേഡ് പറ്റി ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെൻഷനിങ്ങും ഉണ്ട്, ദെൻ CNDO മെത്തേഡ്സിനെ പറ്റിയുള്ള ചെറിയൊരു ഡാറ്റയുണ്ട്. അത്രയും നിങ്ങളുടെ സിലബസ് പ്രകാരം ആവശ്യപ്പെടുന്നുള്ളൂ. ദെൻ സീറോ ഡിഫറൻഷ്യൽ ഓവർലാപ്പ്, ZDO അടുത്ത മെത്തേഡാണ്. ദ 2 ഇലക്ട്രോൺ, എന്താണ് ZDO ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2 ഇലക്ട്രോൺ റിപ്പൾഷൻ ഇന്റഗ്രൽസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പാർട്ട് ഓഫ് ab initio EPMO calculations. ZDO neglects these integrals if the orbitals are not the same. അപ്പം തന്നെ കാര്യം നമുക്ക് മനസ്സിലാവും. ZDOയുടെ പ്രത്യേകത, ഈ 2 ഇലക്ട്രോൺ റിപ്പൾഷൻ ഇന്റഗ്രൽസ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാൽക്കുലേഷൻ, ab initio കാൽക്കുലേഷനിൽ നമുക്ക് വരുന്ന ഒരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ZDO മെത്തേഡ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം, ഈ ഇലക്ട്രോൺസ് ഇരിക്കുന്ന 2 വ്യത്യസ്ത ഓർബിറ്റലുകളാണെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ റിപ്പൾഷനെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യണം. അപ്പോൾ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. ഏറ്റവും ബുദ്ധിമുട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഇലക്ട്രോൺസ് 2 വ്യത്യസ്ത ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന്റെ കേസിൽ ഈ 2 ഇലക്ട്രോൺ റിപ്പൾഷൻ ഇന്റഗ്രൽസ് എന്ത് ചെയ്യുന്നില്ല, ZDO കൺസിഡർ ചെയ്യുന്നേ ഇല്ല. All 3 and 4 center 2 electron integrals, that is the most numerous ones, are neglected. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ വരുന്നത് 3 and 4 center 2 electron integrals ആണ്. അതിനെ മൊത്തത്തിൽ ഈ പറഞ്ഞ ZDO മെത്തേഡ് അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്യണം. ആൻഡ് അപ്രോക്സിമേറ്റ് ഇന്റഗ്രൽസ് ബൈ യൂസിങ് ദ S orbitals only. ഇനി നെഗ്ലക്ട് ചെയ്യുന്ന ഇന്റഗ്രൽസിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, S orbitals മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത്രയാണ് നമുക്ക് ZDO മെത്തേഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെമി എംപിരിക്കൽ മെത്തേഡ്സ് ആണ്. ഇത് നമുക്ക് ഓൾറെഡി കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി ഇൻട്രഡക്ഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. The advantage of semi-empirical calculations is that they are much faster than ab initio calculation. ആദ്യത്തെ പോയിന്റ്. The disadvantage of semi-empirical calculation is that the result can be erratic. Only some properties can be predicted reliably. If the molecule being computed is similar to the molecule in the database used to parameterize, then the result may be very good. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈബ്രറിയിലുള്ള മോളിക്യൂളുമായിട്ട് സിമിലാരിറ്റി ഉള്ള മോളിക്യൂളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ that will be good.
ആ സ്ഥാനത്ത് നേരെ ഈ പറയുന്ന ലൈബ്രറിയിലുള്ള മോളിക്യൂളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത മോളിക്യൂളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എറർ കൂടുതലായിരിക്കും. Semi-empirical methods are parameterized to reproduce various results. Most often geometry and energy are used. This is now extended by including dipole moment, heat of reactions and ionization potentials in the parameterization set. അതൊരു അഡ്വാൻസ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. Some methods have been parameterized to reproduce properties such as electronic spectra of or NMR chemical shift. Semi-empirical calculations have been very successful in the description of organic chemistry. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നേരത്തെ പറഞ്ഞാണ് സെമി എംപീരിക്കൽ കാൽക്കുലേഷൻസിന്റെ പ്രത്യേകത ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് ആപ്ലിക്കേഷൻ കൂടുതലാണ്, അവർക്ക് ആക്യുറസിയും കുറച്ചുകൂടി കൂടുതലാണ്, യൂസും കുറച്ച് കൂടുതലാണ്. ബട്ട് ഓൺലി സം സെമി എംപീരിക്കൽ മെത്തേഡ്സ് ഹാവ് ബീൻ ഡിവൈഡ് സ്പെസിഫിക്കലി ഫോർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇനോർഗാനിക് മോളിക്യൂൾസ്. അതായത് ഇതിന്റെ വ്യത്യാസം ഇതാണ്. ചെറിയ ഓർഗാനിക് മോളിക്യൂൾസ്, വളരെ കുറച്ച് ആറ്റംസ് ഉള്ള, വളരെ കുറച്ച് ഇലക്ട്രോണിക് ഇഫക്ട്സ് ഉള്ള ഓർഗാനിക് മോളിക്യൂൾസ് എടുത്താൽ അതിനകത്ത് മിക്കവാറും കാണുന്നത് കാർബണും ഹൈഡ്രജനും പിന്നെ ഓക്സിജൻ പോലുള്ള ഒരു ആൾക്കാരായിരിക്കും. സോ നമുക്ക് ഈ പറയുന്ന മോളിക്യൂൾ ഇൻ ദ ലൈബ്രറി ആയിട്ട് അവൈലബിൾ ഇൻ ദ ലൈബ്രറി ആയിട്ട് സിമിലാരിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓർഗാനിക് മോളിക്യൂൾസ് വരുമ്പോൾ. ആ സ്ഥാനത്ത് നമ്മൾ ഈ പറയുന്ന ഇനോർഗാനിക് മോളിക്യൂൾസിലേക്ക് വരുമ്പോൾ ഡയാറ്റമിക് മോളിക്യൂൾ ആണെങ്കിൽ പോലും Cl2 ഒരു പ്രോപ്പർട്ടിയാണ്, H2 വേറെ പ്രോപ്പർട്ടിയാണ്, അതേപോലെ N2 വേറെ പ്രോപ്പർട്ടിയാണ്, HCl വേറെ പ്രോപ്പർട്ടിയാണ്, HF വേറെ പ്രോപ്പർട്ടിയാണ്, NaCl വേറെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഇനോർഗാനിക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലൈബ്രറിയിലുള്ള മോളിക്യൂളുമായിട്ട് സിമിലാരിറ്റി നമ്മുടെ മോളിക്യൂളിൽ ഉണ്ടാവാനുള്ള ചാൻസ് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ അപ്രോക്സിമേഷൻസ് വേണ്ടി വരും. ആൻഡ് therefore only some semi-empirical methods have been devised specifically for the description of inorganic molecules.